ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ ഇന്റർനാഷണൽ സ്പീച്ച് കോൺടെസ്റ്റ് ചെയർ കെൻസ അബ്ദുൽ റഷീദ്, ജഡ്ജസ്, മറ്റു ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ റബ്ബിന്റെ കരുണാകടാക്ഷം നമ്മിലേവരിലും സദാ വർഷിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ 54-ാം അധ്യായമായ സൂറത്തുൽ ഖമറിന് 55 ആയത്തുകളാണുള്ളത്. ഇത് മക്കയിലാണ് അവതരിച്ചത്. ഇതിന്റെ 45-46 വചനങ്ങൾ മദനിയാണെന്നും അഭിപ്രായമുണ്ട്. ആദ്യ വചനത്തിൽ ചന്ദ്രന്റെ പിളർപ്പിനെ പരാമർശിച്ചത് കാരണം ഇതിന് ഖമർ എന്ന പേര് വരാനിടയായത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമാ നമസ്കാരങ്ങളിലും പെരുന്നാൾ നമസ്കാരങ്ങളിലും ഖമറും ഖാഫും പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഇതിൽ ആവർത്തിച്ചു വരുന്ന ആയത്തുകളായ 17, 22, 32, 40 എന്നീ ആയത്തിനെ തദബ്ബുർ ചെയ്തുകൊണ്ട് സംസാരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. തീർച്ചയായും ഓർമ്മിച്ച് മനസ്സിലാക്കുന്നവർക്കായി പരിശുദ്ധ ഖുർആനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു, അഥവാ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ആരെങ്കിലും ഓർമ്മിച്ച് മനസ്സിലാക്കുന്നവരായി വല്ലവരുമുണ്ടോ? ഇവിടെ പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പകർത്തുന്നതിനെ കുറിച്ചാണ്, പഠിക്കുന്നതിനെ കുറിച്ചാണ് അള്ളാഹു ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ അത് പഠിച്ച് മനസ്സിലാക്കുന്നവർക്ക് വമ്പിച്ച വിജയം ലഭിക്കും എന്ന് തന്നെയാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണല്ലോ നിങ്ങൾ അത്യുത്തമർ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ, ഏകദൈവ സിദ്ധാന്തം, തൗഹീദ് അഥവാ തൗഹീദ്, സൃഷ്ടിയുടെ ആരംഭം, മരണം, മരണാനന്തര ജീവിതം, പരലോകം, വിചാരണ, സ്വർഗനരകങ്ങൾ, കർമ്മപരവും സാൻമാർഗികപരവുമായ നിയമനിർദ്ദേശങ്ങൾ, ചരിത്ര സംഭവങ്ങൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നു. ഒരു പ്രത്യേക താല്പര്യമോ ആശയമോ മുൻനിർത്തിക്കൊണ്ടല്ലാതെ സത്യാന്വേഷണ ബുദ്ധിയോടെയും ഉറ്റാലോചനയോടും കൂടി പരിശുദ്ധ ഖുർആനെ സമീപിക്കുന്നവർക്ക് അവർക്കാവശ്യമായ പാഠങ്ങളും നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ തയ്യാറുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക, അവർക്ക് ഫലം കണ്ടേക്കാം. കെട്ടിക്കുടുക്കുകളോ ബുദ്ധിക്ക് ദഹിക്കാത്തതോ മനസ്സിലാക്കാൻ പറ്റാത്തതോ ആയ യാതൊരു കാര്യവും പരിശുദ്ധ ഖുർആനിലില്ല. എന്നാൽ ഖുർആൻ ശരിക്ക് പഠിക്കാതെയും മനസ്സിലാക്കാതെയും ഖുർആനെ വിമർശിക്കുന്നവർ അവർ നടത്തുന്ന ദുർവ്യാഖ്യാനങ്ങൾ നിമിത്തം, ആശയ തർക്കങ്ങൾ കാരണം ഇസ്ലാമിക ലോകത്തിന് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തരക്കാർക്ക് ഖുർആനിൻ്റെ മഹത്വം മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ വിജ്ഞാന മാധുര്യം നുകരുവാനോ സാധിക്കുകയില്ല. എന്നാൽ ഖുർആനിൻ്റെ ഉപമകൾ, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, അതുപോലെ അതിൻ്റെ ദൃഷ്ടാന്തങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ സത്യാന്വേഷണ ബുദ്ധിയോടെ ഉറ്റാലോചനയോടുകൂടി അതിനെ സമീപിച്ചെങ്കിൽ മാത്രമേ, അത്തരക്കാർക്ക് മാത്രമേ അതിൻ്റെ മഹത്വവും അതിൻ്റെ തത്വങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. നൂഹ് നബിയുടെ സമുദായത്തെക്കുറിച്ച് വിശദീകരിച്ചതിന് ശേഷമാണ് അള്ളാഹു ഈ പ്രസ്താവന ഇവിടെ ഇറക്കുന്നത്. അതുപോലെ തന്നെ ആദ്യ സമുദായത്തിൻ്റെയും സമൂദ് ഗോത്രത്തിൻ്റെയും ലൂത്ത് നബിയുടെയും സമുദായത്തെക്കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം ആവർത്തിച്ച് അള്ളാഹു ഈ പ്രസ്താവന വീണ്ടും വീണ്ടും പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെയുള്ള ഉപമകൾ, ഗുണപാഠങ്ങൾ മനുഷ്യരുടെ നേർവഴിക്ക് നടത്തുന്നതിന് സഹായിക്കും. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നമ്മുടെ ആഖിറം നന്നാവുന്നതിന് വേണ്ടി. യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് ജയപരാജയങ്ങൾ ലഭിക്കുക പരലോകത്ത് വെച്ചാണല്ലോ. അവിടെ ഉന്നത വിജയം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനെയും പ്രവാചകനെയും നമ്മിലേക്ക് അയച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം: സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന യാതൊരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ വിട്ടുപോയിട്ടില്ല, നരകത്തിൽ നിന്ന് അകറ്റുന്നതായ ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് ഖുർആൻ നല്ലതായി പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ഉന്നത വിജയം കൈവരുത്തുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആനിൽ പലയിടത്തായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്ന വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് അർ-റഹ്മാനിൽ അള്ളാഹു പറയുന്നു: ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ.
അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരുടെയും റബ്ബിൻ്റെ ഏതൊരു അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അതുപോലെ അശ്വറായിൽ കാണാം, ഫത്തഖുല്ലാഹ വ അത്തിഊൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക. മുർസലാത്തിൽ കാണാം, വൈലും യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ, അന്നേ ദിവസം കളവാക്കുന്നവർക്കാകുന്നു മഹാനാശം. പരിശുദ്ധ ഖുർആൻ മാനവർക്ക് ഉത്ബോധനവും ഹൃദയരോഗങ്ങൾക്ക് ശമനവുമാകുന്നു. സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവുമാകുന്നു. ഖുർആൻ നന്നായി പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ആയത്ത് കൊണ്ട് ഇവിടെ പരാമർശിക്കുന്നത്. നമുക്കറിയാം, നമ്മളെ ഓരോരുത്തരും ഖുർആൻ പഠിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നവരാണല്ലോ. അതുകൊണ്ട് മുന്നോട്ട് വെച്ച കാലൊട്ടും പിന്നോട്ട് വെച്ചിടാതെ നാം എന്നേ നമുക്ക് അഭ്യുദയ വന്നോളം സഞ്ചരിക്കണം. നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം, പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.